നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആശായല്ലോ, ഈ ബാധ മുറ്റത്തൊന്നും പോത്തുമില്ല. എവിടെയോ മൊബൈൽ ഇറങ്ങിയതല്ലോ. ആരാത്? ആരെയും കാണുന്നില്ല. വരുന്നമ്മേ. ഇവനത് എവിടെ ഒളിച്ചിരിക്കുന്നെ? വല്ല പാമ്പും കടിച്ചു ആവും. ഞാനിവിടെ ഉണ്ട്. നീ വന്നതാരും കണ്ടില്ലല്ലോ. എന്നെ ആരും കണ്ടിട്ടൊന്നുമില്ല. കണ്ട വീടുകളിലൊക്കെ ഒളിച്ചു കയറി നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ല. ഈ വീട്ടില് നിന്റെ പുറകെ നടന്ന എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയൊന്നും അല്ല. നീ വന്ന കാര്യം പറ വൈശാഖേ. എത്ര ദിവസമായി മൈഥിലി ഞാൻ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്. ഒന്ന് കാണണമെന്ന് തോന്നി. നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കാനല്ലേടാ ഞാൻ ഇവിടെ വന്ന് ഈ കഷ്ടപ്പാടും അപമാനവും എല്ലാം സഹിക്കുന്നത്. അതൊക്കെ പോട്ടെ. ആ വാൾ എവിടെയാണെന്ന് നീ കണ്ടുപിടിച്ചോ? ഈ രാമേട്ടൻ എന്താ ഇത്ര താമസിക്കുന്നത്? ഒന്നുകൊണ്ടൊന്ന് വിളിച്ചു നോക്കാം. വാൾ അവരെവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ആ സമയത്ത് ആ ദേവമ്മ വന്ന് എന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ട് കളഞ്ഞു. ആ വാൾ എങ്ങനെയും കണ്ടെത്തിയേ പറ്റൂ. ഇവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് ആ ഉടവാളുമായിട്ടായിരിക്കും. അപ്പൊ വൈകമോള് വേണ്ടേ? അത് വേണോലോ. വൈകമോള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവർക്ക് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇതൊക്കെ എത്രയും പെട്ടെന്ന് കൈക്കലാക്കി പോയേ പറ്റൂ വൈശാഖേ. അത്രയ്ക്ക് പീഡനമാണ് ഞാൻ അനുഭവിക്കുന്നത്. ആരാ നിന്നെ കൂടുതൽ ഉപദ്രവിക്കുന്നത്? എല്ലാവരും കണക്കാ. പക്ഷെ ഏറ്റവും കൂടുതൽ എന്നെ ഉപദ്രവിക്കുന്നതേ ആ സാവിത്രിയാ. സാവിത്രി? അവരോട് ഇതിന് പകരം നമുക്ക് ചോദിക്കാം. അതിനൊരു വഴി ഞാൻ കണ്ടെത്താം. ഹലോ, ആ രാമേട്ടാ, എവിടെ നിങ്ങള്? എവിടെ താമസിക്കുന്നേ? അയ്യോ, ചതിച്ചല്ലോടാ. അവരിങ്ങോട്ടാ വരുന്നേ. എന്ത് ചെയ്യും? ഞാൻ പിന്നെ വിളിക്കാം. ആരാ ആരാ അവിടെ? എടാ, ഇതുവഴി ചാട്. ചാടാൻ. ഇതെന്താ തേങ്ങ വീണതാണോ? ആരാന്ന്? ആരാ അവിടെ? നീയോ? നീ എന്താ അവിടെ? ഞാനൊരു ഫോൺ ചെയ്യാൻ വന്നതാ. ഈ ഇരുട്ടത്തോ ഫോൺ ചെയ്യാനോ? ആർക്ക്? എന്റെ അച്ഛന്. അച്ഛനോ? ഏതച്ഛൻ? ഇത്രയും നാളും ഇല്ലാത്ത അച്ഛൻ ഇപ്പൊ എങ്ങനെ വന്നു? എന്നോടൊന്ന് ക്ഷമിച്ച് എന്നെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാമോന്ന് ചോദിക്കാൻ വിളിച്ചതാ. അച്ഛൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്തോ തരികിടയുണ്ടല്ലോ. അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അതിന് ഞാൻ എന്താ പറഞ്ഞേ? അഡ്വക്കേറ്റ് രാമോഹനാണല്ലോ. ആ ഡിവോഴ്സ് പെറ്റീഷന്റെ കാര്യമല്ലെന്നും പറയാനായിരിക്കും. ഫോൺ എടുക്ക. ഹലോ വക്കീലേ. ആ കാർത്തിക് സാറേ, അഡ്വക്കേറ്റ് രാമോഹനാ.
ആ മനസ്സിലായി, വക്കീല് പറഞ്ഞു. നാളെ നിങ്ങളുടെ കേസ് വെച്ചിരിക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി മൈഥിലിയും കൂട്ടി കോടതിയിലേക്ക് വരണം. ആ ശരി വക്കീലെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ വല്ല പ്രശ്നമുണ്ടോ? നാളെ ECPയുടെ ഡിവോഴ്സ് കേസ്. ഏട്ടനും ആ മൈഥിലിയും കൂടെ കോടതിയിൽ ചെല്ലണം. എപ്പോഴാ കോടതി ചെല്ലേണ്ടത്? 11 മണിക്ക്. ആ ഇപ്പോഴേ വിളിച്ചാ മൈഥിലിയോട് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ സമയമാവുമ്പോ അവള് വല്ല എതിരും പറഞ്ഞാലോ? അത് ശരിയാ. മീനാക്ഷി ചെന്ന് ആ മൈഥിലി ഒടുങ്ങി വരാൻ പറ. ശരി. മൈഥിലി, മൈഥിലി. എന്താ? ആ നിന്നെ ഏട്ടൻ വിളിക്കുന്നു. ഏട്ടനോ? ഏതേട്ടൻ? എന്റെ ഏട്ടൻ, എന്റെ ഭർത്താവ് കാർത്തി ഏട്ടൻ. എന്താ കാർത്തി? മൈഥിലി, കോടതിയിലുള്ള നമ്മുടെ ഡിവോഴ്സ് കേസ് നാളത്തേക്ക് വെച്ചിരിക്കുക. നാളെ 11 മണിക്കാണ് വെച്ചിരിക്കുന്നത്. രാവിലെ തയ്യാറായിക്കും. നമുക്ക് ഒരുമിച്ച് പോകാം. എന്താ മൈഥിലി ഒന്നും മിണ്ടാ നിൽക്കുന്നത്? എനിക്കൊന്നുകൂടി ആലോചിക്കാനുണ്ട് കാർത്തി. അതെന്തു വർത്തമാനാ നീ പറയുന്നത്? രോഹിണിയുടെ മുമ്പിൽ വെച്ച് എല്ലാം സമ്മതിച്ച് ആ വക്കീല് കൊണ്ടുവന്ന പേപ്പറില് നീ ഒപ്പിട്ട് കൊടുത്തതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് നേരെ ചൊവ്വേ പോവില്ല. ഇവള് വേറെ എന്തോ ചില ഉദ്ദേശവുമായിട്ടാ ഇവിടെ നിൽക്കുന്നത്. നിന്റെ അത്തരം പ്ലാനുകളൊന്നും ഇവിടെ നടക്കില്ല. ഡിവോഴ്സിന് നീ തയ്യാറല്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം, ഈ നിമിഷം. അതെ, ഞങ്ങൾ ഒറ്റയ്ക്ക് കോടതിയെ സമീപിച്ചോളാം. വിവാഹമോചനം അങ്ങനെ നേടിയെടുക്കാമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കാർത്തി ഒരു ഗവൺമെന്റ് എംപ്ലോയിയാ. ഇപ്പൊ ഒരു കല്യാണം നടന്നെന്ന് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയ നീ ഉടുക്കൂട്ടി പേടിപ്പിക്കല്ലേ. ഒരു രജിസ്റ്ററിലും ഞാനും ECPയും ഒപ്പുവെച്ചിട്ടില്ല. ഞങ്ങളുടേത് മനസ്സുകൊണ്ടുള്ള എഗ്രിമെന്റാ. ലിവിംഗ് ടുഗെദർ നടക്കുന്ന കാലത്താ അവൾ ഈ സൈസ് അഭ്യാസമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരം ഒരു തീരുമാനമായി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം, ഇല്ലെങ്കിലേ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കും. ഇറങ്ങണി പുറത്ത്. മുത്തശ്ശി വേണ്ട, മൈഥിലി വരും. നാളെയല്ലേ കോടതിയിൽ എത്തേണ്ടത്? ഇവള് വരും, നമുക്ക് നോക്കാമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.